വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഗോൾഡ്? ടുഡേ ഈസ് May 3, 2025. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് പോസ്റ്റ് ചെയ്യാം എന്ന് കരുതി. മാർക്കറ്റ് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു IFC ക്യാൻഡിൽ, ഒരു സെല്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് തന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ടെമ്പററി ഡൗൺഫോൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് കാണുന്ന വ്യക്തികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ എന്താണെന്നും അതുപോലെ തന്നെ മേ ബി നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കും എന്താണെന്ന് ഡൗട്ടുകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ബട്ട് അവർ സ്റ്റുഡൻസ് വിൽ നോ വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ ആൻഡ് സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് വഴിയും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലും സെൻഡ് ചെയ്ത കാൻഡിൽ സ്റ്റിക്സ് ബൈബിൾ എന്ന് പറയുന്ന ഈ ബുക്കിൽ ഇത് വ്യക്തമായിട്ട് ഈ പറയുന്ന പാറ്റേൺസ് എല്ലാം മെൻഷൻഡ് ആണ്. ഇതൊരു ടെമ്പററി ഡൗൺഫോളിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് സോണിലാണ്. ദ സപ്പോർട്ട് സോൺ ഈസ് റേഞ്ചിങ് ഫ്രം 3249 ടു 3193. ഇത് ഒരു ഡെയിലി സപ്പോർട്ട് റേഞ്ച് ആണ്. അറ്റ് ദി സെയിം ടൈം 4 അവർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊരു ഓർഡർ ഫ്ലോ എന്ന് പറയുന്നൊരു ഏരിയ ആണ്. ടു ബി മോർ പ്രിസൈസ്, ഈ ഒരു ഏരിയയിൽ, അതായത് 3205 എന്ന് പറയുന്ന ഏരിയയിൽ ഒരു ഹിഡൻ POI അല്ലെങ്കിൽ ഹിഡൻ ഓർഡർ ബ്ലോക്ക് കാണാനായിട്ട് സാധിച്ചു. ആ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്താണ് മാർക്കറ്റ് ഇപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് എ സപ്പോർട്ട് സോൺ. പക്ഷേ ഈ സപ്പോർട്ട് സോൺ എത്രത്തോളം ഹോൾഡ് ചെയ്യണം എന്ന് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. ഇനി ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് ഫിബാണ്. ഫിബ് ലെവൽസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫിബ് സോൺസ് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് എപ്പോഴും തരാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3204 ആൻഡ് 3193 എന്ന് പറയുന്ന 4 അവേഴ്സിൻ്റെ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഈ പറയുന്ന ഏരിയ. അതായത് ഫിബ് സോൺ എന്ന് പറയുന്ന 3159.17 ആൻഡ് ടു 3067.67 എന്ന് പറയുന്ന ഫിബൊനാച്ചി ഏരിയ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഇവിടെ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അറ്റ് ദി സെയിം ടൈം നമ്മൾ അനാലിസിസ് പ്രോപ്പറായി ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഹിയർ യു ക്യാൻ സീ എൻ ഓർഡർ ബ്ലോക്ക് ഓൾസോ. ടെക്നിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ വരണം. 3071 ടു 2957 ഈ സോണിൽ വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കരുതും ഇതിപ്പോൾ ഒരുപാട് സോൺ ഉണ്ടല്ലോ, നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്? മൈ ഡിയർ ഫ്രണ്ട്സ്, മാർക്കറ്റ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് പ്രോബബിലിറ്റീസ് ആണ്. ആർക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റ് എവിടെ നിന്നാണ് റൈസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വി ക്യാൻ അനലൈസ് ദി മാർക്കറ്റ്സ്. അനാലിസിസിൽ വരുന്ന ഏരിയാസ് ആണ് ഈ ഇത്രയും ഏരിയാസ് എന്ന് പറയുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിലെ സപ്പോർട്ട് ഏരിയാസ് ആണ് ഇത്രയും വരുന്നത്. ഫ്രം 3159 ടു 2957 ഈ ഏരിയകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും മാർക്കറ്റ് റൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു ഏരിയകളിൽ എൻട്രി എടുക്കാതെ ഒരു ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷന് വേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുക. ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇവിടെ എൻട്രി പോകാൻ സാധിക്കുന്നതാണ്. ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ അറിയാത്ത വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു നല്ല ഒരു ബുള്ളിഷ് ട്രെൻഡ് വരാനായിട്ട് നിങ്ങളൊന്ന് കാത്തിരിക്കുക. അതായത് ഇപ്പോൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് ആൻഡ് ICT അറിയാവുന്ന വ്യക്തികൾക്ക് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ എടുക്കാൻ ഡെഫിനറ്റ്ലി പഠിച്ചിരിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ഒക്കെ വെച്ച് എൻട്രി എടുക്കാൻ പഠിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ബട്ട് ഇൻ കേസ് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ഇവിടുന്ന് വരാനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പുകളിൽ ബി കോർപ്പിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിലോ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആസ് ഐ മെൻഷൻഡ് 2 സപ്പോർട്ട്സ്. ഒന്നെന്ന് പറയുന്നത് 3204, 3191. രണ്ടെന്ന് പറയുന്നത് 3159 ടു 2957. ഇതാണ് ബൈ സോൺസ് എന്ന് പറയുന്നത്. ഇനി 4 അവേഴ്സിലേക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു OB അല്ലെ ഒരു ഓർഡർ ഫ്ലോ പ്ലസ് OBയിൽ, അതായത് ഒരു ഹിഡൻ POIയിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ റൈസ് ആയിരിക്കുന്നത്.
ഈ റൈസ് എവിടം വരെയാണ് പോകാനായിട്ടുള്ള സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫിബ് ലെവൽ ആദ്യം നോക്കാം. ഫിബ് റേഞ്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഇൻ കേസ് ഇത് മാർക്കറ്റ് മുകളിൽ പോയി കഴിഞ്ഞാലും വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ദിസ് വൺ, വിച്ച് ഇസ് ദി ഏരിയ ഇസ് 3440 3389.30. ഈ ഒരു ഏരിയ വളരെ എന്താ പറയുന്നത് റിജക്ഷൻ തരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അതിനോടൊപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ ആ ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും കൂടെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടം വരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു പോയിന്റും കൂടെ നിങ്ങൾക്കായിട്ട് കൊടുത്തേക്കാം. ഇവിടെ വിത്ത് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷനോ അല്ലെങ്കിൽ വിത്ത് സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കോ ഒക്കെ വെച്ച് നമുക്കിവിടെ എന്താ പറയുക എക്സിറ്റ് ആവാനും അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു റീറ്റെയിൽ കൺഫർമേഷനും കൂടെ ഞാനിവിടെ നോക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം ഇതൊരു റീറ്റെയിൽ സപ്പോർട്ട് റേഞ്ചാണ്. പാരലൽ ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് എൻട്രി ആവുന്ന ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സോൺ റിജക്ഷൻ സോണാണ്. ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ, ക്രോസ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. റീറ്റെയിൽ റിജക്ഷൻ സോണാണ് വരുന്നത്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 3306. ആ റേഞ്ചാണ് ഒരു റിജക്ഷൻ സോണായിട്ട് വരുന്നത്, ഒരു ടെമ്പററി റിജക്ഷൻ സോൺ. ഇൻ കേസ് മാർക്കറ്റ് അപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ റിജക്ഷൻ സോൺ. If this rejection breaks, definitely there are chances that market will come here. ഞാൻ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, this is all about probabilities. മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാം പ്രോബബിലിറ്റീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കും മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പാടെന്നോ പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഫോളോ ആവാനായിട്ട് ഒരുപാട് ഫണ്ടമെൻ്റൽ റീസൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ടെക്നിക്കൽ റീസൺസ് ആണ്. സോ ഇതിനെപ്പറ്റി ഈ വീഡിയോ നിങ്ങൾ വീണ്ടും ഒന്ന് കാണുക. കണ്ടതിന് ശേഷം ഈ സോൺസ് ഒന്ന് മനസ്സിലാക്കുക. ഈ സോൺസ് മനസ്സിലാക്കിയതിന് ശേഷം മാക്സിമം ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് വെച്ചും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് വെച്ചോ അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺ വെച്ചൊക്കെ നിങ്ങളിവിടെ എൻട്രി എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. മാക്സിമം മാർക്കറ്റിൽ കൺഫ്യൂഷൻസ് ഉള്ള സമയത്ത് മാർക്കറ്റിൽ എൻ്റർ ആവാതെ ശാന്തമായിട്ട് മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് എൻട്രി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10% ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 10% നിങ്ങൾക്ക് മന്ത്ലി വേണമെന്നുണ്ടെങ്കിൽ പെർ ഡേ നിങ്ങളൊരു 10% എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 10 days കൊണ്ട് നിങ്ങൾക്ക് 10% കിട്ടും. അല്ലെങ്കിൽ ഒരു 0.5% വെച്ച് ഡെയിലി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 20 days കൊണ്ട് നിങ്ങൾക്ക് ആ 10% അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നിങ്ങളൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. Always trade safe by protecting your capital. So this is all about this week, my dear friends. Watch this video again and again to understand the zones. Thank you so much and all the best.